സർ, ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. RSS ആരെയാണ് കൂടുതൽ സഹായിച്ചെന്ന തർക്കമാണ് ഈ ചർച്ചയിൽ LDFും UDFും അങ്ങോട്ട് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ മാഹാത്മ്യ പ്രാധാന്യം എന്താണെന്ന് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. മറ്റൊന്ന്, ബഹുമാന്യായ രവീന്ദ്രനാഥ് സാർ അദ്ദേഹം പറഞ്ഞു, ഈ ബഡ്ജറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കേന്ദ്രം BJP ഭരിക്കുന്നത് പോലെ കേരളവും അങ്ങനെയായി തീരും. വ്യക്തമായ സൂചന അദ്ദേഹം ഇവിടെ നൽകി കഴിഞ്ഞു. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വപ്ന പദ്ധതികൾ നിരത്തി പുകമറ സൃഷ്ടിച്ച ഒരു ബഡ്ജറ്റ്, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സ്വപ്ന പദ്ധതികൾക്ക് സാമ്പത്തിക വീതം എങ്ങനെ കണ്ടെത്തും എന്നൊരു ദിശാബോധവും ഈ ബഡ്ജറ്റിനില്ല. വൻ പദ്ധതികൾക്ക് വളരെ കുറച്ച് മാത്രം വിഹിതം. അരനൂറ്റാണ്ട് ഇവർ രണ്ടുപേരുമാണ് ഭരിച്ചത്. കേരളം ഇന്ന് എത്രമാത്രം കണക്കടിയിൽ നിൽക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ബഡ്ജറ്റിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് കാണാൻ മനോഹരമാണ്, സന്തോഷം നൽകുന്നുണ്ട്. പക്ഷേ എത്ര പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കപ്പെടുമെന്ന്, അതിൻ്റെ സാമ്പത്തിക നില എങ്ങനെയാണെന്ന് ഈ ബഡ്ജറ്റിൽ എങ്ങും വകയിരുത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനം, ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിട്ട് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം വയോജനക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞു. ജനസംഖ്യയിൽ 20% വയോജനങ്ങളാണ് എന്ന് അടക്കം അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷേ ആ സ്വപ്ന പദ്ധതിക്ക് അദ്ദേഹം വകയിരുത്തിയത് 10 കോടി രൂപ. അതേപോലെ തന്നെയാണ് ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനും അദ്ദേഹം 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി ഈ ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിന് സമാനമാണോ എന്ന് കേരള സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 25,000 കോടി രൂപയുടെ നികുതി പിരിക്കാനുണ്ട്. അതെങ്ങനെ പിരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല. മാത്രമല്ല, മുൻ ബഡ്ജറ്റിൽ ഒരുപാട് തുക വെട്ടിക്കുറച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത് ഇത് എങ്ങനെ വെട്ടിക്കുറച്ചൊന്നും അവർക്ക് തന്നെ അറിയില്ല. ഏതോ ക്ലർക്കിനെ കേൾപ്പിച്ചിട്ട് ഈ തുക വെട്ടിക്കുറയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വരണം. ഇവിടുന്ന് വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നു. ആ വിദ്യാഭ്യാസ മേഖലയിൽ മുൻ ബഡ്ജറ്റിൽ നിന്ന് 302 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ പറയുന്നതും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർ, ഈ ബഡ്ജറ്റ് കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റാനുള്ള ഒരു ബഡ്ജറ്റ് മാത്രമാണ്. ഇത് സാഗർമാല മുതൽ സുവിധ സാനിറ്ററി നാപ്കിൻ വരെ ഒരു റീബ്രാൻഡിംഗ് നടത്തി ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ് 2021 രാജ്യസഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാഗർമാല പദ്ധതി പ്രകാരം കേരളത്തിന് എത്ര രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന്. 18,161 കോടി രൂപ സാഗർമാല പദ്ധതി പ്രകാരം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. അന്ന് രാജ്യസഭയിൽ മറുപടി പറഞ്ഞു. ഇപ്പോൾ പുതിയ പദ്ധതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ പദ്ധതിയെ കടമെടുത്തിട്ടാണ് ഇത്തരത്തിൽ മിഷൻ സമുദ്ര എന്ന പേരിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. പുതിയ മെഡിക്കൽ കോളേജ് വരുമെന്ന് പറയുന്നു. നിലവിലുള്ള മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഇതിനകത്ത് ഈ പേജിൽ വളരെ കൃത്യമായും പറയുന്നുണ്ട്. 3-4 മെഡിക്കൽ കോളേജിൻ്റെ പേര് പറയുന്നുണ്ട്. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. സർ, എൻ്റെ മണ്ഡലത്തിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചും ഇതേ അവസ്ഥയാണുള്ളത്. ഞാൻ ബഹുമാനായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് അത് സംബന്ധിച്ച് നിവേദനവും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ കൂടി കാര്യം ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഒരു കാര്യം കൂടി, ഒരു രാഷ്ട്രീയം. 1960 ശ്രീ ആർ ശങ്കറിൻ്റെ മന്ത്രിസഭ, അന്ന് അദ്ദേഹമായിരുന്നു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ആ ധനകാര്യ വകുപ്പിൽ കൈകാര്യം ചെയ്തപ്പോൾ കേരളത്തിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഭാരതത്തിൽ തുടക്കം കുറിച്ചത് ആ ബഡ്ജറ്റാണ്. പക്ഷേ ഈ ബഡ്ജറ്റ് അങ്ങ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. മറ്റൊന്ന്, അന്നത്തെയും സംഖ്യയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ശ്രീ ആർ ശങ്കറിൻ്റെ മന്ത്രിസഭ കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത മന്ത്രിസഭയായിരുന്നു. അങ്ങ് പരന്ന വായന നടത്തുന്നയാളാണ്. അന്നും
63 അംഗങ്ങൾ കോൺഗ്രസ്സിന്. പക്ഷേ 20 അംഗങ്ങളുള്ള PSP ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നത്. പിന്നീടാണ് ശ്രീ ആർ ശങ്കറിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത്. ഇന്നും സംഖ്യ 63 പതിയിരിക്കുന്ന അപകടം ഒരുപക്ഷേ അന്നത്തെ മന്ത്രിസഭയെ പോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് പോയൊരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദവിയിലേക്ക് നടത്തിയ ഇപ്പോഴത്തെ വടംവലി കാണുമ്പോൾ ആ കാലഘട്ടം തിരിച്ചു വരുമോ എന്ന ഒരു ഞാൻ പറഞ്ഞിട്ടെ സമയം കഴിഞ്ഞു. അതേപോലെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കശുവണ്ടി മേഖല. കൊല്ലം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കശുവണ്ടി മേഖലയിലെ പ്രശ്നം. കേവലം 56 കോടി രൂപ മാത്രമാണ് കശുവണ്ടി മേഖലയ്ക്ക് കൊല്ലത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. അത് കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും ബാധ്യത എത്രയാണ് എന്നൊക്കെ അറിയാം. ഇപ്പൊ വലിയ വിവാദമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവുണ്ട്. കോൺഗ്രസ് നേതാവ് INTC-യുടെ നേതാവ് ചന്ദ്രശേഖരൻ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് മുൻ ഗവൺമെന്റ് 3 തവണ ഹൈക്കോടതിയുടെ ശകാരം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് അഴിമതിയെ സംബന്ധിച്ചുള്ള നിലപാട് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. കശുവണ്ടി മേഖല അടക്കം ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ, ആ തൊഴിൽ മേഖല പരിഹരിക്കാൻ എന്ത് നടപടിയാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഒപ്പം ഈ ബഡ്ജറ്റ് യുവാക്കളെ വഞ്ചിക്കുന്ന, കർഷകരെ വഞ്ചിക്കുന്ന, പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നു.